അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അപ്പം ഉണ്ടാക്കാം. കർക്കലപ്പം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ നിങ്ങളെങ്ങനെ നിങ്ങളുടെ അളവിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതനുസരിച്ചിട്ടുള്ള അളവിനനുസരിച്ച് വെള്ളം. അതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് ഇടാം. അതുപോലെ ഇത്തിരി പാകത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെക്കാം. ഇനി ഇതൊന്ന് കുതിർന്ന് വരുന്നത് വരെ ഒന്ന് മൂടി വെക്കണം. അങ്ങനെ നമുക്കിതൊന്ന് അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം ഒന്ന് കുതിർന്ന് കിട്ടിയതിന് ശേഷം 1 കപ്പ് മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ മൈദപ്പൊടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കിയിട്ട് ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇത് കുറച്ച് പൊടി ഇതിലേക്ക് പോരയുണ്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്നൊരു ടൈറ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. പൊറാട്ടയ്ക്ക് കുഴക്കുന്നത് പോലെ തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇതിന് കുഴ ആവുന്നതാണ് ഇത് നന്നാവുന്നത്. ഈ അപ്പം നമുക്ക് നന്നായി കിട്ടുന്നത് ഈ കുഴക്കനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വെക്കാം. ഒരു മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ അരമണിക്കൂറായാലും മതി. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് എണ്ണ പുരട്ടി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് നമുക്ക് 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ അങ്ങനെ വെച്ചാൽ നല്ലോണം പൊങ്ങി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. ഇനി ഇത് മയോണൈസ് ഉണ്ടാക്കണമെങ്കിൽ മുട്ടയും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. ഇനി ആ അരച്ച തേങ്ങയിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പച്ചമുളക് ഇവയൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിനിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർക്കുക, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തീ കത്തിച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് വെന്തിട്ട് ഇത് വെന്ത് കിട്ടിയിട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് അടുപ്പത്ത് കിടക്കട്ടെ കേട്ടോ. ഒരു മണിക്കൂർ അരമണിക്കൂർ തന്നെ അടുപ്പത്ത് കിടന്നൊന്ന് വേണ്ട. ഇപ്പം നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചൂടോട്ട് അറിയാതെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിതൊന്ന് കത്രിക വെച്ചിട്ടാണ്, നല്ല ചൂടുണ്ട്, അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എല്ലാം ഇത് വലിയതായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ നന്നാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ മൂടി വെച്ച മൈദ ഒന്ന് നോക്കാം. ഈസ്റ്റൊക്കെ ഇട്ടത് കാരണം ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അത് ഇനി അധികം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ആദ്യം നമ്മൾ ഫസ്റ്റ് നല്ലോണം കുഴച്ചതല്ലേ. ഇനി നമുക്ക് എന്താ, ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ഓരോ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ നല്ലോണം ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് ഓരോന്ന് പരത്തിയെടുക്കാം. അതിന് ഓടക്കയിലെടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. ഇതിങ്ങനെ ഓരോന്നും പരത്തി കൊടുക്കാം. ആദ്യം ഇത് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് 2 പത്തിരിയായിട്ട് എടുക്കണം കേട്ടോ. 2 ലെയറായിട്ട് എടുക്കണം. ഒന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു മൂടി എടുത്തിട്ട്, ഒരു പാട്ടിൻ്റെ മൂടി എടുത്തിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചമ്മന്തി, അതുപോലെ ചിക്കന് ഒക്കെ ഇതിൽ ഇട്ടെടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ ഇട്ടെടുക്കാം. എല്ലാത്തിലും ഇട്ടെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അടുത്തത് കുറച്ച് ചമ്മന്തി ഇട്ടെടുക്കുക എല്ലാത്തിലും. ഇനി അതുപോലെ കുറച്ച് മുട്ട എടുത്ത് വെച്ചിട്ടില്ല, മുട്ട എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള
മുട്ടയാണ് കേട്ടോ. അത് ഓരോന്നും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് മയണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അടിപൊളി രുചിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കുട്ടികൾക്കും എല്ലാവർക്കും വലിയവർക്കും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ അമർത്തി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് പോന്നോളൂ. അപ്പോൾ ഇത് പൊട്ടാതെ നല്ലതായിട്ട് നല്ല റെഡി ആയിട്ട് കിട്ടും. നമ്മൾ കൈകൊണ്ടൊക്കെ ഒട്ടിച്ചാണെങ്കിൽ കുറേ നേരം ടൈം എടുക്കണ്ടേ. ഓരോന്നായിട്ട് കൈകൊണ്ടൊക്കെ എടുത്ത് ഒട്ടിക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അങ്ങനെ എല്ലാം ഒന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാൻ അടുപ്പത്ത് വെക്കണം. ഇതൊക്കെ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഒരു 10 ആൾക്കാർക്കുള്ള ഫുഡൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ അളവിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ഓവർ വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇത് പൊരിച്ചെടുക്കണം. നമ്മൾ അധികം വെളിച്ചെണ്ണ ഒന്നും ഇത് കുടിക്കൂല കേട്ടോ. ഇനി ഇങ്ങനെ ഇത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. വീട്ടിലൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിലും ഇത് നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു നേരത്തെ രാവിലത്തെ ഭക്ഷണത്തിന് വൈകുന്നേരത്തെ ഫുഡൊക്കെ ആയിട്ട് നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിൽ ഇനി എന്താ ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതിക്കണ്ട, ഇതുപോലൊക്കെ നല്ല ഫുഡ് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തോളി കേട്ടോ. അങ്ങനെ ഇത് ഓരോന്നായിട്ട് നമ്മളിത് പൊരിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കണം കേട്ടോ. ഇത് ഓരോന്നായിട്ട് നമുക്ക് ബൗളിലേക്ക് എടുത്തിടാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല തുറക്കലപ്പം നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച്, നല്ല തിന്ന നല്ല സ്പോഞ്ചി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഇതുപോലെ നോക്കുക. കണ്ടോ, മുട്ടയും ചമ്മന്തിയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.